إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഫുർഖാൻ 18-ാമത്തെ വചനം നോക്കൂ. നിങ്ങൾ മുൻ ആയത്തിൽ മലക്കുകളെയും അതുപോലെ അമ്പിയാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നിങ്ങളാണോ ഈ മുശ്രിക്കീങ്ങളെ വഴിപഴിപ്പിച്ചത് എന്നുള്ള ചോദ്യം ചെയ്യുകയുണ്ടായി. അതിനോട് തുടർന്ന വചനമാണ് നോക്കൂ നിങ്ങൾ. ആ അമ്പിയാക്കളും മലായിക്കത്തുകളും അതുപോലെ ജിന്നുകളും അവർ പറയുകയാണ്, അവർ പറഞ്ഞു, സുബ്ഹാനക, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധനാകുന്നു, മാ കാന യംബഗി, നമുക്ക് അനുയോജ്യമാകുന്നതല്ല, ലനാ ഞങ്ങൾക്ക് അനുയോജ്യമേയല്ല, അന്നത്തഖദ മിൻ ദൂനിക മിൻ ഔലിയാ, നിനക്ക് പുറമേ ഉള്ളവരിൽ നിന്നും രക്ഷാധികാരിയെ സ്വീകരിക്കൂ എന്നത് ഞങ്ങൾക്ക് അനുയോജ്യമേയല്ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു സഹായിയോ അല്ലെങ്കിൽ രക്ഷകനെയോ ഒരിക്കലും അല്ലാഹുവേ നിനക്ക് പുറമേ ഉള്ളവരിൽ ഞങ്ങൾ സ്വീകരിച്ചിരുന്നില്ല. അങ്ങനെയുള്ള ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ ഈ ശിർക്കിനും കുഫ്റിനും പ്രേരിപ്പിക്കുന്നത് എന്നാണ് അവരുടെ ചോദ്യം. അവരുടെ മറുപടി, ആ ചോദ്യത്തിനുള്ള അവരുടെ മറുപടി നോക്കൂ നിങ്ങൾ. വലാകിൻ, പക്ഷേ, മത്തഅതഹും, നീ അവർക്ക് സുഖഭോഗം നൽകി. ഈ ഐഹികമായ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സകല മനുഷ്യർക്കും സുഖഭോഗം നൽകുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ആ പറയുന്നത്. മത്തഅതഹും, അവർക്ക് നീ സുഖഭോഗം നൽകി. വ ആബാഹും, അവരുടെ പിതാക്കൾക്കും പൂർവ്വപിതാക്കൾക്കും നൽകി. ഹത്താ നസു ദിക്റ, ആ ദിക്റിനെ അവർ മറക്കുന്നതുവരെ, നിന്റെ ദിക്റിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വിശുദ്ധ വചനത്തെ മറക്കുന്നതുവരെ, അവർ വിസ്മരിക്കുന്നതുവരെ അവർ സുഖഭോഗത്തിൽ മുഴുകിപ്പോയി എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വകാനൂ ഖൗമൻ ബൂറ, അവർ ഒരു നശിച്ച ജനതയാകുന്നു. അങ്ങനെ അവർ സ്വയം നാശമടഞ്ഞതാണ്, അല്ലാതെ ഞങ്ങൾ ഒരിക്കലും അവരെ വഴിപിഴവിലാക്കിയിരുന്നില്ല എന്ന് കൃത്യമായും വ്യക്തമായും അല്ലാഹുവിനോട് ഈ അമ്പിയാക്കളും അതുപോലെ മലായിക്കത്തുകളും മറുപടി പറയുകയാണ് മഹ്ശറിൽ. അപ്പോൾ നോക്കൂ, എത്ര നിരാശയായിരിക്കും ഈ മുശ്രിക്കീങ്ങൾക്ക് സംഭവിക്കുക, എത്ര ദുഃഖമുണ്ടായിരിക്കും അവർക്ക്. അവർ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഭൂമുഖത്ത് നിന്നും മലക്കുകളെ വിളിച്ചത്, അതുപോലെ അമ്പിയാക്കളെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചത്. പക്ഷെ അതൊക്കെയും നിഷ്ഫലമാകുന്നു, ബത്തിലാകുന്നു എന്നറിയുന്ന സന്ദർഭം കടുത്ത നിരാശയിൽ അവർ വീണുപോകും, മാട്ടുപോകും എന്നൊക്കെയാണ് ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിക്കപ്പെടുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.